ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPI മന്ത്രിമാർക്ക് നേരെ ഒളിയമ്പുമായി മുതിർന്ന നേതാവ് KE ഇസ്മായിൽ. മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ധാർഷ്ട്യമെന്നും KE ഇസ്മായിൽ 24-നോട് പറഞ്ഞു. സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നും KE ഇസ്മായിൽ പറഞ്ഞു. ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം, എതിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു. ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, മന്ത്രിമാരെ കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം നമുക്ക് ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല എന്ന ഒരു നിലയെടുത്താൽ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാകുന്നുള്ള കാര്യം പിന്നീട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാവും. അതുകൊണ്ട് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കണം. സ്വയം ഓരോരുത്തരും തിരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും VA ഗിരീഷ് തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, എന്തൊക്കെയാണ് KE ഇസ്മായിലിന്റെ വിമർശനം? വേണു, തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ അതിനെ അല്പം കൂടെ കടുപ്പിച്ചാണ് KE ഇസ്മായിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിലുണ്ടായ തോൽവിക്ക് കാരണം ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തി തന്നെയാണ്. അതായത് പലതരത്തിലുള്ള വിഷയങ്ങൾ, സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്തത്, മന്ത്രിമാരുടെയും നേതാക്കളുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റം, അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ വൈകിയത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് തിരിച്ചടിയായത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന ജില്ലാ കൗൺസിലിന്റെ വിമർശനത്തെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അതിനെ എൻഡോഴ്സ് ചെയ്യുക കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ എളിമയുണ്ടാകണമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയാണ്. കൃത്യമായി CPIക്ക് അകത്ത് പലരും പറയാൻ ഉദ്ദേശിച്ച കാര്യം വെട്ടി തുറന്നു പറയുക തന്നെയായിരുന്നു KE ഇസ്മായിൽ. ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ വലിയ പരാജയം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാത്തിനും മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. CPI മന്ത്രിമാരെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറയുന്നത് മന്ത്രിമാർക്ക് കൂടി ഈ പരാജയത്തിൽ പങ്കുണ്ട്, അവരുടെ പങ്ക് കൂടി പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ മുഖ്യമന്ത്രിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒപ്പം മന്ത്രിമാരുടെ പ്രകടനവും വിലയിരുത്തണം. മന്ത്രിമാരുടെ പ്രകടനം മോശമായാൽ സ്വാഭാവികമായിട്ടും അത് സർക്കാരിനോടുള്ള ഒരു പ്രതികൂല വികാരമായ ആളുകളിൽ മാറാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് നിലവിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രചരണ കാലത്ത് തന്നെ തങ്ങൾക്ക് വ്യക്തമായിരുന്നതാണ്. പക്ഷേ ഈ തരത്തിലുള്ള തിരിച്ചടി, അതായത് ഇത്ര വ്യാപ്തിയേറിയ തിരിച്ചടിയാണ് ഉണ്ടാവുക എന്ന ഒരു കാരണവശാലും കരുതിയിരുന്നില്ല എന്നാണ് KE ഇസ്മായിൽ 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്രി MP രാജേഷ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയം, അതായത് കേരളത്തിലുണ്ടായ തോൽവി വിശദമായി തന്നെ CPIയും പഠിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നേതാക്കൾക്കുള്ള മറുപടി മുതിർന്ന നേതാക്കൾ തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഈ ചോദ്യത്തോട് നേരിട്ടല്ലാതെ KE ഇസ്മായിലിന് നേരിട്ട് മറുപടി പറയാതെ തന്റെ വാദം വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. VA ഗിരീഷും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അവിടെ CPIന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. ഗിരീഷ്, ഐസക്കിന്റെ പ്രതികരണം അടക്കം ചർച്ചയുടെ ഗതിയെ സ്വാധീനിക്കുമോ? വേണു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 ദിവസത്തെ യോഗം ചേരുന്നത്. ഇതിനുശേഷം നാളെ മുതൽ സംസ്ഥാന സമിതി 3 ദിവസത്തേക്ക് യോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഐസക്കിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ വാദഗതികളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. ഇന്നലെ 10 ദിവസത്തെ മണ്ഡലങ്ങളിലെ പരിശോധനയാണ് പൂർത്തിയാക്കിയത്. ഇന്ന് ബാക്കി 10 മണ്ഡലങ്ങളിലെ പരിശോധന പൂർത്തിയാക്കും. സ്വാഭാവികമായും ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്ക്, അതോടൊപ്പം തന്നെ മണ്ഡലം തിരിച്ച് പാർട്ടിക്ക് ലഭിച്ച അല്ലെങ്കിൽ മുന്നണിക്ക് ലഭിച്ച വോട്ടുകൾ എത്ര, അതോടൊപ്പം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്നത്. ഇതിൽ വളരെ ഗൗരവമായ ഒരു വിഷയം കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി ചർച്ച ചെയ്ത് ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അത് പാർട്ടി വോട്ടുകളിൽ വലിയ തരത്തിലുള്ള ചോർച്ചയുണ്ടായി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നേരത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പാർട്ടി വോട്ടുകൾ വലിയ തരത്തിൽ ചോർന്നിട്ടില്ല, പാർട്ടിയുടെ
പാർട്ടിയുടെ അടിത്തറ ശക്തമാണ് എന്ന ഒരു നിലപാടായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം സ്വീകരിച്ചത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്നു. പാർട്ടി വോട്ടുകൾ ചോർന്നു എന്നുള്ള വളരെ ഗൗരവമായ ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുന്നു. ഇന്നത്തെ ബാക്കി മണ്ഡലങ്ങളിലെ പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷമാകും വരും ദിവസങ്ങളിൽ പാർട്ടി ഏറ്റെടുക്കേണ്ട കർമ്മപരിപാടികൾ എന്തൊക്കെ. മാത്രമല്ല ഈ തോൽവിക്ക് പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാൻ പറ്റും, സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിരീക്ഷണം സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. ഇതിനുള്ള കരട് തയ്യാറാക്കുകയും ചെയ്യും. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്ന അഭിപ്രായങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇതനുസരിച്ചുള്ള ചർച്ചകൾ തന്നെയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടാകുക. ഇതിൻ്റെ ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതും. ഏതായാലും മണ്ഡലം തിരിച്ചുള്ള കണക്കെടുപ്പ് പരിശോധന ഇപ്പോൾ നടന്നു വരുന്നു. വോട്ട് ചോർച്ച കൂടുതൽ നടന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ, അത് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിശോധന നടത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കും. ഇക്കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുക സംസ്ഥാന സമിതിയാകും. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം സംസ്ഥാന സമിതിക്ക് കൈമാറുന്നതിന് വേണ്ടി ഇന്ന് തയ്യാറാക്കുകയും ചെയ്യും. വേണു. ശരി, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.